എന്താ വല്ല പ്രശ്നമുണ്ടോ? ചേട്ടാ 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 എന്താ വെച്ചാ പറഞ്ഞോ, നമുക്ക് ശരിയാക്കാം. ചേട്ടാ കുറച്ച് സ്ഥലം എല്ലാവരും കൊടുത്ത എല്ലാവർക്കും കാണാം. അവര് പറയുന്നതിനായില്ലേ. അപ്പോ പന്തളത്ത് ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഈ പ്രാവശ്യം വന്നത് നമ്മളുടെ സ്റ്റാർ മാജിക്കിന്റെയും പുതിയ സി കേരളത്തിലെ സൂപ്പർ ഷോയിലെല്ലാം ഒരു ലീഡിങ് കലാകാരൻ ഉല്ലാസ് പന്തളം. ഞങ്ങള് ഒരു 15 കൊല്ലത്തെ ബന്ധമുണ്ട്. കോമഡി സൂപ്പർ നൈറ്റ് ഫ്ലവേഴ്സിൽ തുടങ്ങുമ്പോൾ പൊറോട്ടയും ബീഫ് ഫ്രൈയും പിന്നെ താറാവ് റോസ്റ്റും അല്ലേ, താറാവ് റോസ്റ്റ് അല്ലേ? അതെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന എന്താ പറയുക, മുളക് പൊടി, മല്ലപ്പൊടി, മഞ്ഞപ്പൊടി ഇതൊക്കെ ചേർത്തിട്ടാണ്. പുറത്തുള്ള കെമിക്കലൊന്നും അവർ ആഡ് ചെയ്തിട്ടില്ലെന്ന് എനിക്കതിൽ മനസ്സിലായി. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ജനുവായിട്ട് പറയാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും ഈ സ്വാദിഷ്ട ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മുന്തിരിപ്പന്തലിലോട്ട് വരാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കള്ളുഷാപ്പിലൊക്കെ കിട്ടുന്ന ഭക്ഷണം പോലെ എനിക്ക് തോന്നിയത്. ഞാൻ കുറേ പ്രാവശ്യം പോയി. കള്ളു കുടിക്കാനല്ല, ഈ പറയുന്ന ഇങ്ങനെയുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി. കാരണം സാധാരണ റെസ്റ്റോറൻറ്റിലൊന്നും ഇങ്ങനത്തെ ഭക്ഷണം കിട്ടാറില്ല. സാധാരണ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരെ കറി പൗഡർ എന്നൊക്കെ ഞാൻ പുറത്തുനിന്ന് മേടിക്കുന്നതാ. ഇത് വീട്ടിൽ ഉണക്കി പൊടിച്ച മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയൊക്കെ ആണെന്ന് തോന്നുന്നു. അല്ലേ? അതല്ലേ? കറക്റ്റ് ആണ്. ഇല്ല, എനിക്ക് ഇങ്ങനത്തെ ഫുഡൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ഉല്ലാസന്റെ ഈ ഒരു മുന്തിരിപ്പന്തൽ അല്ല, ഈ സ്ഥലത്തിന്റെ പേര് പറഞ്ഞ പന്തളം വഴി പോകുമ്പോൾ നിർബന്ധമായിട്ട് ഞാൻ ഉറപ്പായിട്ട് ഇത് കയറും. കാശും തരും കേട്ടോ. ഓക്കെ, ഒന്നും ഫ്രീ ആയിട്ടൊന്നും തരണ്ട. എനിക്ക് കൊളാബൊന്നും വേണ്ട കേട്ടോ. ചിലരൊക്കെ കൊളാബ് പിടിക്കാൻ വേണ്ടി വരും. എനിക്ക് കൊളാബൊന്നും ഓക്കെ. അപ്പൊ എന്തായാലും ഞങ്ങൾ എല്ലാവരും സ്റ്റാർ മാജിക് എല്ലാ ടീംസിനെയും ഇവിടെ ക്ഷണിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇനിയും ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ഇടാൻ സാധിക്കട്ടെ. മിണ്ടാതിരിക്കും. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ആദ്യത്തെ ബില്ലും കൊടുത്തേക്കൂ. ഓക്കെ, അടുത്ത മൃദുല സംസാരിക്കും. ആഗ്രഹിക്കുകയാണ്, നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സോ നിങ്ങൾ എല്ലാവരുടെയും സഹകരണവും സ്നേഹവും എല്ലാം വേണം. നമുക്ക് ഈ ഒരു റെസ്റ്റോറന്റ് അടിപൊളിയാക്കി തീർക്കണം. നമ്മൾ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല, ഇനി ഫുഡ് കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. ധനു, എല്ലാവർക്കും ഒരു ഹായ് പറയോ? സുഖമാണോ ചോദിക്ക്. ഭക്ഷണം കഴിച്ചു ചോദിക്ക്. കഴിക്കാത്തവരൊക്കെ പോയി വേഗം ഫുഡ് കഴിക്കാൻ പറ. ഇനി ഒരു 2 വരി പാട്ട് പാടിയാൽ ബിനീഷ് ബാസ്റ്റിന് പാടുന്നതിന് മുമ്പ് വേണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് പോവും. കേട്ട് പഠിക്കണേ. പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പറയണ്ട. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി വീണ്ടും മൃദുലക്ക് ടെൻഷനാണ്. കൊച്ചെ തെറ്റിച്ചങ്ങനെ പാടിക്കില്ലെന്ന് പറഞ്ഞു. മൃദുല അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇത് കൊച്ചിനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞിനെ. ഞങ്ങളുടെ ഫുഡൊക്കെ കൊച്ചിക്കാരുടെ ഫുഡാണ്. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന നല്ല ഫുഡുകൾ കഴിച്ച് ശീലിച്ച ആളാണ് ഞാൻ. ഞങ്ങളുടെ അവിടെ മുല്ലപ്പന്തൽ എന്ന് പറഞ്ഞ ഒരു ഷാപ്പുണ്ട്, കണ്ടിട്ടുണ്ടാ? അവിടെ കള്ളു കുടിക്കാനല്ല ആൾക്കാർ പോണത്, ഫുഡ് കഴിക്കാനാണ്. മുല്ലപ്പന്തൽ ഭയങ്കര ഫേമസാണ്. വേൾഡിൽ നിന്ന് തന്നെ എല്ലാവരും വന്ന് ആഹാരം കഴിക്കുന്ന സ്ഥലമാണ്. കാരണം നല്ല ഫുഡ് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ